ഓവർ ത്രില്ലറല്ല, പെർഫോമൻസ് സിനിമകളെ അപേക്ഷിച്ച് നല്ല ഡിഫറെൻറ്റ് രീതിയിൽ സിനിമയെ പറ്റി എന്താ വേറെ എന്തെങ്കിലും പറയുന്നത്? ഹസ്ബൻഡിന് ഡിഫറെൻറ്റ് രീതിയിൽ നമ്മളെ പ്രതീക്ഷിക്കാത്ത ഒന്ന് രണ്ട് ചെറിയ ട്വിസ്റ്റുകളും അങ്ങനെ കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓക്കെയാണ്. അതെ, ത്രില്ലിംഗ് എന്ന് പറയാനൊന്നുമില്ല, പക്ഷെ എന്നാലും ബാക്കിയുള്ള സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് റിവെഞ്ച് എടുക്കുന്ന, നല്ല രീതിയിൽ റിവെഞ്ച് എടുക്കുന്ന ഒരു സിനിമ. ബാക്കിയുള്ള റിവെഞ്ച് എടുക്കുന്ന സിനിമകളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ റിവെഞ്ച് എടുത്ത ഒരു സിനിമ. അപ്പൊ നായികയുടെ ആക്ടിങ് ഒക്കെ സൂപ്പറാണ്. സിനിമയാണ്. ഇപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി, അയാളുടെ ഭർത്താവ് മരിക്കുമ്പോൾ റിവെഞ്ച്, അവർ ഭർത്താവിനെ കൊല്ലുന്ന ആൾക്കാരോട് ചെയ്യുന്ന ഒരു റിവെഞ്ച്, ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. ഇതൊരു സാധാരണ പെൺകുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാണ് ചെന്ന് മാസ് റിവെഞ്ച് കാണിക്കണമല്ലോ ഒരു പെണ്ണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ലാഗിൽ സ്ലോ പേസിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒട്ടുമിക്ക ലൊക്കേഷൻസും കേരളത്തിൽ തന്നെയായിരുന്നു, അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഋതു എന്ന് പറഞ്ഞൊരു മലയാളി നടി ഭയങ്കര സെസ്കി ആയിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ. പിന്നെ ഓവർ നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു സിനിമയാണ്, ഒരു സ്ലോ പേസാണ്. നമ്മളെ മലയാളി ഓഡിയൻസിന് അത്ര ദഹിക്കണ ഒരു ടൈപ്പിലല്ല സിനിമ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കുറേ ഡാർക്ക് ഹ്യൂമറുണ്ട്, അതാർക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് പലരും തിയേറ്ററിൽ ഇരുന്ന് അങ്ങനെ എടുക്കുന്നില്ല. സിനിമ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അത് നമ്മളെ മലയാളി ഓഡിയൻസിൻ്റെ ഒരു കുഴപ്പമാണ്. ഇത് അങ്ങനെ മനസ്സിലാവുന്ന ആൾക്കാരായിട്ട് ഈ സിനിമയ്ക്ക് കയറുന്നുമില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഫ്ലോപ്പ് ആവാനാണ് സാധ്യത. എന്തായാലും സിനിമ ഇപ്പോൾ പരിയേരും പെരുമാളെന്നൊക്കെ പറയുന്ന സിനിമയില്ലേ, അതുപോലെ പറയുന്ന നമ്മളൊരു കൊലപാതകത്തിൻ്റെ പിന്നിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരും കാണുമെന്ന് ഇൻഡയറക്റ്റായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും നല്ല സിനിമയാണ്, കണ്ടിരിക്കാം. അപ്പാനി ശരത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല, പുള്ളിക്ക് എന്തുകൊണ്ട് മലയാളത്തിൽ ചാൻസ് കൊടുക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയില്ലേ, സിനിമയും ഒരു ലോബിയാണ്. നല്ല നല്ല ആർട്ടിസ്റ്റിനൊന്നും ചാൻസ് കൊടുക്കുന്നില്ല. എന്തായാലും അപ്പാനി ശരത്ത് കുറച്ചേ ഉള്ളെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ത്രീ കഥാപാത്രം സിനിമയിൽ അത്ര പവർഫുൾ ആണോ? കാരണം സാധാരണ ഈ സൂപ്പർ സ്റ്റാർ പദവിയിൽ നമ്മൾ നയൻതാരയൊക്കെ ചെയ്യുന്ന റോഡ് പോലെയൊക്കെ തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഈ സിനിമ നയൻതാര ചെയ്താലും ഈ സിനിമ ഇങ്ങനെ തന്നെയാണ്. ഇതിന് കാരണം നടിയുടെ ഒരു പെർഫോമൻസ് നയൻതാര അഭിനയിച്ച എന്ത് കൊടുക്കും അത് ഈ പുള്ളിക്കാരിയും കൊടുത്തിട്ടുണ്ട്. ഈ പുള്ളിക്കാരി നല്ല നടിയാണ്. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ എടുത്തു പറയുന്ന സിനിമയ്ക്കകത്ത് എടുത്തു പറയാൻ നല്ല പടമാണ്, കണ്ടുകൊണ്ടിരിക്കാം. ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് മുൾമുനയിലിരിക്കും നമ്മളെല്ലാവരും.